ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് അമൃത വൈശാഖ്. നീറ്റ് വിഷയത്തിൽ വിദ്യാർത്ഥി പ്രതിഷേധത്തിന് നേരെ ഉണ്ടായ പോലീസ് നടപടിയെ ചൊല്ലി പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നും പ്രക്ഷുബ്ധമായി. ബഹളത്തെ തുടർന്ന് പാർലമെന്റ് ഇന്നത്തേക്ക് പിരിഞ്ഞു. നാളെ രാവിലെ 11 മണിക്ക് വീണ്ടും ചേരും. പൊതുപരീക്ഷാ ഭേദഗതി ബിൽ 2026 കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിച്ചു. 2024 നിയമത്തിൽ ഭേദഗതി വരുത്തുന്നതിനായാണ് ബില്ല് കൊണ്ടുവന്നിട്ടുള്ളത്. നീറ്റ് വിഷയത്തിലെ വിദ്യാർത്ഥി പ്രതിഷേധത്തിൽ പോലീസ് അമിത ബലപ്രയോഗം നടത്തിയെന്ന് ആരോപിച്ച് സമർപ്പിച്ച ഹർജികൾ സുപ്രീം കോടതി നാളെ പരിഗണിക്കും. പ്രതിഷേധത്തിനിടെ ആക്രമിക്കപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരുടെ കുടുംബാംഗങ്ങൾ സമർപ്പിച്ച പ്രത്യേക ഹർജിയും ലിസ്റ്റ് ചെയ്ത മറ്റ് ഹർജികളും പരിഗണിക്കും. സംസ്ഥാനത്ത് ശാസ്ത്രീയ മാലിന്യ നിർമ്മാർജ്ജനത്തിന് ഏകോപിത പ്രവർത്തനം ആവശ്യമാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ ആഭിമുഖ്യത്തിൽ തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സാമൂഹിക ശുചിത്വം ഓരോ പൌരന്റെയും ഉത്തരവാദിത്തമാകണമെന്നും പൊതുസ്ഥലങ്ങളിൽ മാലിന്യം വലിച്ചെറിയുന്ന പ്രവണത ഇല്ലാതാക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഓണക്കാലത്ത് അവശ്യ സാധനങ്ങൾ മിതമായ നിരക്കിൽ ലഭ്യമാക്കുന്നതിന് സിവിൽ സപ്ലൈസ് വകുപ്പ് വിപുലമായ ഒരുക്കങ്ങൾ ആരംഭിച്ചതായി മന്ത്രി അനൂപ് ജേക്കബ്. സപ്ലൈകോയുടെ ഓണം ട്രേഡ് ഫെയറുകൾ അടുത്ത മാസം 8 ആരംഭിക്കുമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. AAY റേഷൻ കാർഡുകൾക്ക് 16 ഇനം ഉൽപ്പന്നങ്ങൾ അടങ്ങുന്ന സൗജന്യ ഓണക്കിറ്റ് വിതരണം ഓഗസ്റ്റ് ആദ്യവാരം ആരംഭിക്കും. ലഹരി മാഫിയയുടെ പൂർണ്ണമായ ഉന്മൂലനം വരെ ഓപ്പറേഷൻ തൂഫാനുമായി മുന്നോട്ടു പോകുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ജനങ്ങൾ ഒരേ മനസ്സോടെ സ്വീകരിച്ച ഈ പദ്ധതി കേരളത്തെ സുരക്ഷിത സംസ്ഥാനമാക്കുമെന്നും അദ്ദേഹം കാസർഗോഡ് മാധ്യമങ്ങളോട് പറഞ്ഞു. സംസ്ഥാനത്ത് സ്പീഡ് ഗവർണർ ഇല്ലാത്ത വാഹനങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി CP ജോൺ. കുറ്റിപ്പുറം ബസ് അപകടം ഏറെ ഗൌരവതരമാണെന്നും അന്വേഷണം പുരോഗമിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതർ വയനാട് ജില്ലാ കുടുംബശ്രീ ഓഫീസിൽ നടത്തിവന്ന കുത്തിയിരിപ്പ് സമരം ഒത്തുതീർത്തു. മന്ത്രി T സിദ്ദിഖ് നേരിട്ടെത്തി സമരക്കാരുമായി ചർച്ച നടത്തിയാണ് ഒത്തുതീർപ്പിലെത്തിയത്. മൈക്രോ പ്ലാനിലെ അപാകത ഉടൻ പരിഹരിക്കുമെന്നും ഒരാഴ്ചയ്ക്കുള്ളിൽ മുഴുവൻ ദുരന്തബാധിതർക്കും 2 ലക്ഷം രൂപ വീതം നൽകുമെന്നും മന്ത്രി അറിയിച്ചു. കൊല്ലം കുണ്ടറയിൽ പോലീസ് കസ്റ്റഡിയിലെടുത്ത് വിട്ടയച്ച യുവാവ് ചികിത്സയിലിരിക്കെ മരിച്ച സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. കുണ്ടറ സ്വദേശി സിയാദാണ് മരിച്ചത്. അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നയാൾ മരിച്ചു. കൊയിലാണ്ടി സ്വദേശിയാണ് മരിച്ചത്. ഇയാളുടെ രോഗ ഉറവിടം വ്യക്തമല്ല. പ്രതിരോധ നടപടികൾ ഊർജിതമാക്കിയതായി ആരോഗ്യവകുപ്പ് അറിയിച്ചു. ബംഗാൾ ഉൾക്കടലിൽ അതിതീവ്ര ന്യൂനമർദ്ദം രൂപപ്പെട്ടതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ അടുത്ത 5 ദിവസം വ്യാപക മഴയ്ക്ക് സാധ്യത. ഇന്ന് 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. ഗ്ലാസ്ഗോയിൽ നടക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിൽ പുരുഷന്മാരുടെ 65 കിലോഗ്രാം ഭാരോദ്വഹനത്തിൽ ഇന്ത്യയുടെ രാജ മുത്തുപാണ്ഡി ഇന്ന് വെള്ളി മെഡൽ നേടി. നീന്തലിൽ പുരുഷന്മാരുടെ 200 മീറ്റർ ബട്ടർഫ്ലൈ ഇനത്തിൽ മലയാളി താരം സജൻ പ്രകാശ് ഫൈനലിൽ കടന്നു. ഇന്ന് രാത്രിയാണ് ഫൈനൽ. മലയാളി ലോങ് ജംപ് താരം മുരളി ശ്രീശങ്കറും ഫൈനലിൽ ഇടം നേടിയിട്ടുണ്ട്. തിരുവനന്തപുരം വഞ്ചിയൂർ വിശാഖ് വധക്കേസിൽ എല്ലാ പ്രതികളെയും അറസ്റ്റ് ചെയ്തതായി പോലീസ്. പ്രധാന പ്രതി പ്രദീപുമായുള്ള മുൻ വൈരാഗ്യമാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്ന് ശംഖുമുഖം SP മാധ്യമങ്ങളോട് പറഞ്ഞു. പുലേനാർകോട്ട ആശുപത്രിക്ക് സമീപമുള്ള കുറ്റിക്കാട്ടിൽ നിന്ന് ആയുധങ്ങൾ കണ്ടെടുത്തതായും അദ്ദേഹം അറിയിച്ചു. അടുത്ത മാസം 2 നടക്കുന്ന സെറ്റ് പരീക്ഷയുടെ അഡ്മിറ്റ് കാർഡ് lbscenter.kerala.gov.in നിന്ന് ഡൗൺലോഡ് ചെയ്യണമെന്ന് അധികൃതർ അറിയിച്ചു. ഇത് തപാൽ മാർഗം ലഭിക്കുന്നതല്ല. ഫ്രാൻസിലും സ്പെയിനിലും കാട്ടുതീ പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ അടിയന്തര യോഗം വിളിച്ച് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ. കാട്ടുതീ നിയന്ത്രണാതീതമായി പടരുകയും 25 ലക്ഷത്തോളം പേർക്ക് കിടപ്പാടം വിട്ടുപോകേണ്ടി വരികയും ചെയ്ത സാഹചര്യത്തിലാണ് യോഗം വിളിപ്പിച്ചത്. അതേസമയം സ്പെയിനിൽ മാഡ്രിഡിന് ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ കാട്ടുതീ നിയന്ത്രണാതീതമായി പടരുകയാണ്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.